ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. ഇന്നലെ ക്രിസ്മസ്, നാളെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചേക്കാണ്. പോകുന്നത് എവിടെയാണെന്നല്ലേ? പോണ്ടിച്ചേരിക്കാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ആഷ്ലി ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ 2 ബാഗ് കൊണ്ട് പോകുന്നതൊക്കെ വിചാരിച്ചത്, പിന്നെ വെച്ച് വേണ്ട, കാരണം 2 ബാഗ് കൊണ്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒറ്റ ബാഗാക്കി ഒരൊറ്റ ബാഗ് കൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഓൺ ദ വേ പറയാം. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾ ഓൺ ദ വേ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ. ബാക്കി ഞങ്ങൾ പാക്കൊക്കെ ചെയ്ത് ഇനി വണ്ടി കയറി പോട്ടെ. ഞങ്ങൾക്ക് ബസ് ആലുവയെന്നാണ്. അപ്പോൾ ഇവിടുന്ന് കോതമംഗലത്ത് നിന്ന് ആലുവ വരെ ഞങ്ങൾ ആഷ്ലിയുടെ ഫാദർ വരും. ആഷ്ലിയുടെ ഫാദറും എൻ്റെ ബ്രദറും കൂടി ഞങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ബാക്കി ഓൺ ദ വേ ഞങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ബസ്സിൽ കയറുന്നത് ബസ്സിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാണ്. പക്ഷേ സത്യം പറയാൻ അതെ, വൻ പ്ലാനിങ് ആയിരുന്നു. ഒന്നും നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിലേ ആയി. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ചീത്തപ്പേരുണ്ട്, എല്ലാ സ്ഥലത്തും ഡിലേ ആയിത്തോളുന്നു. ഞങ്ങൾ നല്ല ഡിലേ ആയിട്ട് ബസ്സുകാർ, അതായത് ഓറഞ്ച് ട്രാവൽസ്, ഞങ്ങൾ ഓറഞ്ച് ട്രാവൽസിനാണ് ബുക്ക് ചെയ്തത്. അവർ ഞങ്ങൾക്ക് വേണ്ടി ഏകദേശം ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. നല്ല ആറ്റിറ്റ്യൂഡ് ആട്ടോ ആൾക്കാരുടെ. അതുപോലെ ബസ്സും നല്ലതാണ്. എല്ലാം വിളിച്ചു ചോദിക്കും അവർ. കുഴപ്പമില്ല, നല്ല ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ആലുവയിൽ നിന്ന്, കോതമംഗലത്ത് നിന്ന് ആലുവ വരെ എത്തിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു. ഇന്ന് ക്രിസ്മസിൻ്റെ തലേന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേക്ക് ആയി. വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഓടിപ്പടിച്ച് കയറി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബസ്സിൻ്റെ അകത്താണിത്. പുറത്തെ വ്യൂ ഉണ്ടോ? പുറത്തെ വ്യൂ. ഞങ്ങൾക്ക് കിടക്കാം. ഇത് സ്ലീപ്പറാണ്, കിടന്നു പോകാം. നല്ല ബസ്സാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾ പറയാം കേട്ടോ. ഒന്ന് സെറ്റ് ആവട്ടെ. പോണ്ടിച്ചേരിക്ക് നമുക്ക് ഡയറക്റ്റ് വണ്ടികളൊന്നുമില്ല കേട്ടോ. അത് ഞാൻ പലർക്കും അറിയാത്തൊരു ഇൻഫർമേഷൻ ആയിരിക്കും, ചിലർക്ക് അറിയായിരിക്കും. ബേസിക്കലി എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പാസ് ചെയ്യുന്നതാണ്. ലൈക്ക് നമ്മളുടെ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് പോണ്ടിച്ചേരിക്ക് ബസ്സോ ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ഇല്ല. ഏതെങ്കിലും ഒരു ബിഗ് സ്റ്റേഷൻ, ലൈക്ക് ഇപ്പം കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ആണെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയോ പോയിട്ട് അവിടെ നിന്നാണ് പോണ്ടിച്ചേരിക്ക് ഫ്ലൈറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ ട്രെയിനും അങ്ങനെയാണെങ്കിൽ വില്ലുപുരം എന്ന് പറയുന്ന സ്റ്റേഷൻ, അതൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് നമ്മൾ പോണ്ടിച്ചേരിക്ക് മാറിക്കയറണം. ബസ്സിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ വില്ലുപുരം, അതുപോലെ തന്നെ വേറൊരു പ്ലേസ് അങ്ങനെ പറഞ്ഞു. ഒന്നെങ്കിൽ തോന്നുന്നത് അവരോട് ഒന്നുകൂടെ ചോദിക്കേണ്ടി വരും. ബസ് കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല എവിടെ അറത്തക്കണേന്ന്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി അവരുടെ മിനി ബസ്സിലാണ് പോണ്ടിച്ചേരിക്ക് പോകുന്നത്. പോണ്ടിച്ചേരിയിൽ എവിടെ സ്റ്റോപ്പെന്ന് അറിയില്ല. എല്ലാം ഇനിയൊന്ന് സെറ്റാക്കി എടുക്കണം. അതെ, നമ്മൾ സെറ്റാക്കി എടുക്കണം. ബുക്ക് ചെയ്ത് തന്നെ ഉളപ്പ് സഡൻ ആയിരുന്നു ഈ ട്രിപ്പ് പ്ലാനിങ് തന്നെ. ബിക്കോസ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഊട്ടിക്കൊരു ഡ്രൈവായിരുന്നു. പക്ഷെ അത് നടന്നില്ല ബിക്കോസ് ഓഫ് സം പേഴ്സണൽ റീസൺസ്. എന്തായാലും കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ബാക്കി ഞങ്ങളൊന്ന് സെറ്റായിട്ട് വീഡിയോ വെച്ച് ഈ റൂമും ഈ ക്യാബിനൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ബെർത്ത്. ശരിക്കും ഓറഞ്ച് ട്രാവൽസിൽ അപ്പർ ബെർത്തും ലോവർ ബെർത്തും ആണ് ഉള്ളത്. ഇതിൽ ഞങ്ങൾ ലോവർ ബെർത്താണ് എടുത്തത്. ഞങ്ങളുടെ മേളിലും അപ്പർ ബെർത്തുണ്ട്. അവിടെ 2 പേർക്കും അവിടെ ഇങ്ങനെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു ഫ്ലോറിൽ, അതായത് ലോവർ ബെർത്തിൽ 14 പേർക്കും മേളിലും 14 പേർക്കും, ടോട്ടൽ 28 പേർക്കാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കോവിഡ് ഉള്ളത് കൊണ്ട് ഇവർ ബ്ലാങ്കറ്റ്സ് ഒന്നും തരില്ല. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ്സ് കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആഷ്ലി ബ്ലാങ്കറ്റ്സ് എടുത്തായിരുന്നു. കണ്ടോ, ചിരിക്കണം കേട്ടോ. ബ്ലാങ്കറ്റ്സ് എടുത്തായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. എന്തായാലും ഇവർ അത്യാവശ്യം എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വേറെ ഇഷ്യൂസൊന്നുമില്ല. എന്തായാലും ക്ലീൻ ആണ് റൂം. നമ്മൾക്ക് അന്ന് ബെർത്തല്ല, വേറെ ഇഷ്യൂസൊന്നും കണ്ടില്ല. സാനിറ്റൈസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാണ് ഇവരുടെ പുറത്തേക്കുള്ളൊരു വ്യൂ. നമുക്ക് അത്യാവശ്യം പ്രൈവസി ഒക്കെ ഉണ്ട്. നല്ല റൂമാണ്, നല്ലൊരു ബെർത്താണ്. റൂമല്ല, ബെർത്താണ്. നമുക്ക് അത്യാവശ്യം കിടന്ന് തന്നെ ട്രാവൽ ചെയ്യാം. ഇനി ബാക്കി നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തുമ്പോൾ ഞങ്ങൾ ബസ്സിൻ്റെയും ബാക്കി എല്ലാം ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും വീഡിയോ തുടക്കത്തിൽ എടുക്കാൻ പറ്റിയില്ല. ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ഓട്ടമായിപ്പോയി, അതുകൊണ്ടാട്ടോ. ഹലോ ഗായ്സ്, മൈക്ക് കഴിഞ്ഞു പോയതാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പോണ്ടിച്ചേരി എത്തി. ചെന്നിട്ട് ഒരു വണ്ടിയൊക്കെ എടുത്തു റെൻറ്റിന്, 2 വീലർ. മൊത്തം പറ്റിപ്പീസ് ആൾക്കാരാട്ടോ, നമ്മളെ തേച്ചൊട്ടിക്കും. ഞാൻ അതിൽ ചാടാൻ പോയി. പക്ഷേ ആഷ്ലി പറഞ്ഞു നമുക്ക് ഗൂഗിളിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നല്ല ബൈക്ക് റെൻ്റൽ പ്രൊവൈഡേഴ്സിനെ കിട്ടും. അപ്പോൾ ഞങ്ങളൊരു ആക്റ്റീവ 5G ഞങ്ങൾ റെൻറ്റിനെടുത്തു. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അവിടെ വെച്ച് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ കയ്യിൽ SLR ആയതുകൊണ്ട് അത് എടുത്ത് വയ്ക്കാൻ ചില പാടാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ റോക്ക് ബീച്ചിൽ വന്നേക്കാണ്. റോക്ക് ബീച്ചിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളോട്. വണ്ടിയിൽ വെച്ച് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര റഷായിരുന്നു. കാരണം രാവിലെ എണീറ്റ് ഈ ഓറഞ്ച് ട്രാവൽസ്, എനിക്ക് തോന്നുന്നത് സ്ഥലത്തിൻ്റെ പേരെന്താ,
ടിൻഡിവനം എന്നൊരു സ്ഥലം വരെ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പോണ്ടിച്ചേരി വരെ അവർ വേറൊരു ബസ്സിലോട്ട് മാറ്റും. പിക്കപ്പ് വാനിലോട്ട് മാറ്റിയിട്ട് പിക്കപ്പ് വാനിലാണ് അവർ നമ്മളെ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കണം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 5:45 കണ്ടപ്പോൾ എണീറ്റു. എന്നിട്ട് അവർ മറ്റേ വണ്ടിയിലോട്ട് നമ്മൾ മാറ്റി. ആ വണ്ടിയിൽ നിന്ന് ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിയിലോട്ട്. ഇനി തിരിച്ചും അങ്ങനെയാണ്. കാരണം ഓറഞ്ച് ട്രാവൽസ് ഫ്രം ആലുവ ടു ചെന്നൈ ആണ്. അതിൻ്റെ അടുത്ത് ടിൻഡിവനത്ത് നിർത്തിയിട്ട് നമ്മളെ റീഡയറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വിടുവാണ്. ആ ബസ് ചെന്നൈക്ക് പോവാണ്. തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ബസ് തിരിച്ച് ചെന്നൈയിൽ നിന്ന് വരുന്ന ബസ് ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്ന് പിക്കപ്പ് വാനിൽ കയറി ടിൻഡിവനത്ത് എന്ന് നിൽക്കും. ആ ബസ്സിൽ കയറിയാണ് ഞങ്ങൾ ആലുവയ്ക്ക് വരുന്നത്. ഡയറക്റ്റ് ബസ്സോ പ്ലെയിനോ ട്രെയിനോ ഒന്നുമില്ല പോണ്ടിച്ചേരിക്ക്. അങ്ങനെ നല്ലൊരു കാര്യമുണ്ട്. പിന്നെ എന്താണ്, ഇപ്പം ഞങ്ങൾ റോക്ക് ബീച്ചിൽ വന്നുള്ളൂ. വണ്ടിയുടെയൊക്കെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ ഭയങ്കര പെട്ടെന്ന് എല്ലാം സെറ്റായതുകൊണ്ട് എടുക്കേണ്ട വന്നു. വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വണ്ടി ഞങ്ങൾ ഗൂഗിളിൽ തപ്പി ഞങ്ങൾ ഓട്ടോക്കാരോട് വെച്ചപ്പോൾ എത്ര വിളി പറഞ്ഞേ? 500 പെർ ഡേ എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ആക്ച്വലി 300-350 കിട്ടും. അപ്പോൾ അത് നിങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലൊന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് നമ്മൾ എന്താണെങ്കിലും നമുക്ക് എല്ലാ ടെക്നോളജിയും അറിയാവുന്നവരാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഒന്ന് സെർച്ചൊക്കെ ചെയ്തിട്ട് എടുത്താൽ അധികം പറ്റിക്കപ്പെടില്ല. അതെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യില്ല. ഞാൻ അവർ പുള്ളിയോട് ഓക്കെ എന്ന് പറഞ്ഞു. ഓട്ടോക്കാരന് 100 കൊടുക്കണം, പുള്ളി കൊണ്ട് അറേഞ്ച് ചെയ്യുന്ന ആൾക്ക് 500 കൊടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 300 റുപ്പീസോളം നഷ്ടമുണ്ട്. ഇത് ഞങ്ങൾക്ക് പെർ ഡേ 300 ഉള്ളൂ. ടോട്ടൽ 600 രൂപയ്ക്ക് കാര്യം തീർന്നു. ഇത് മറ്റേ പുള്ളി പറഞ്ഞ പോലെ പോയെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം 600 രൂപ കൊടുക്കേണ്ട വന്നേനെ. അത് വലിയൊരു നഷ്ടമായിരുന്നു അല്ലേ? അത്രേ ഉള്ളൂ, ഇല്ലില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റോക്ക് ബീച്ചിലാണ് എത്തിക്കുന്നത്. റോക്ക് ബീച്ചിൽ എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് നമുക്ക് നടന്ന് നമുക്ക് ചെക്ക് ഇൻ ടൈം നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോഴും അങ്ങനെ കേട്ടോ ചെയ്തത്. കാരണം ഏർലി ചെക്ക് ഇൻ അവൈലബിൾ ആയിട്ടുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. എല്ലാ ഹോട്ടൽസിനും ഏർലി ബുക്കിംഗ് അവർ അലൗ ചെയ്യില്ല. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തത് ഏർലി ബുക്കിംഗ് അലൗ ചെയ്യുന്ന ഒരു ഹോട്ടലാണ് ജിഞ്ചർ പോണ്ടിച്ചേരി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമുക്കൊരു 11 ആകുമ്പോഴാണ് നമ്മളുടെ ചെക്ക് ഇൻ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പോയി ഒന്ന് കണ്ടിട്ട് നമുക്ക് റൂമിലോട്ട് പോവാം എന്നുള്ളൊരു ഐഡിയ ആണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ റോക്ക് ബീച്ച് വന്നേക്കാണ്. റോക്ക് ബീച്ചിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. അതെ, റോക്ക് ബീച്ചിൽ വന്നേക്കാണ്. റോക്ക് ബീച്ചിൻ്റെ വീഡിയോ ഞങ്ങളെ കാണിച്ചു തരാം. എന്താ പറയുക, നല്ല രസമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ബീച്ചിനെ ഇരുന്ന് ആസ്വദിക്കാനേ പറ്റുള്ളൂ. അതെ, ഇറങ്ങാൻ പറ്റില്ല. കാരണം റോക്കാണ്, കണ്ടില്ലേ, ഫുൾ പാറക്കല്ല് ഇട്ടേക്കണോണ്ടേ. അപ്പോൾ അത് നമുക്ക് അടുത്ത വേറെ കുറേ ബീച്ച് ഉണ്ടെന്ന് കേട്ടു. ഞങ്ങൾ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാട്ടോ ഇവരുടെ റോക്ക് ബീച്ച് എന്ന് പറഞ്ഞ സാധനം. എന്നിട്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ മാസ്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്താ പറയണേ, ഞങ്ങൾ ആദ്യം ആരും വെക്കണം കണ്ടിട്ടില്ല. ഞങ്ങൾ വെക്കണം കണ്ടപ്പോൾ എല്ലാവരും ഞങ്ങളെ നോക്കുമായിരുന്നു, എന്തിനാ മാസ്ക് വെച്ചുകൊണ്ട് എടുക്കണമെന്ന് ചോദിച്ചുകൊണ്ട്. പിന്നെ വേറൊരു തമാശ ഉണ്ട്, അത് ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് പറയാം. ഇവിടെ എന്തായാലും നല്ലൊരു രസമാണ്. നമ്മളെ കേരളത്തെക്കാൾ അത്യാവശ്യം കുറച്ച് ഡിഫറൻ്റൊക്കെയാണ്. നമുക്കത് അവിടെ എന്തോ നടക്കണ്ട, എന്താ നോക്കാം. ഇവിടെ എന്തൊക്കെയോ കുറേ പരിപാടികൾ നടക്കണ്ട കേട്ടോ. കുറേ ആൾക്കൂട്ടൊക്കെ ഉണ്ട്. ഇവിടെ എന്താ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോവിഡ് ഒന്നും ആർക്കും ബാധകമല്ല തോന്നുന്നു. അതെ, ക്രിസ്മസ് ഡേയിലാണ് ഞങ്ങൾ വന്നത്. അതെ, ക്രിസ്മസിൻ്റെ ഇതിൽ ഇവൻറ്റ്സ് ആവാൻ ചാൻസ്. എന്തായാലും കുറേ ആൾക്കൂട്ടൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ആരും മാസ്കും അങ്ങനത്തെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടാൽ നിൽക്കണം. എന്താ അവസ്ഥ എന്നറിയില്ല. പക്ഷെ എന്തായാലും കൊള്ളാം കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ. നമ്മുടെ കേരളത്തേക്കാൾ അല്ലെങ്കിൽ ബാക്കി സ്റ്റേറ്റ്സിനെ വെച്ചിട്ട് ഒരു യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ട എല്ലാ ഒരു ഇതുണ്ട്. ഞങ്ങളവിടെ നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. ഇങ്ങനെ ഫിലിം ഷൂട്ടാണ് എന്തോ ഉണ്ട്, നോക്കട്ടെ എന്താന്ന്. റോക്ക് ബീച്ചിൽ തന്നെയാണ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല നല്ല സ്ഥലങ്ങൾ കുറേ ഇവിടെ കാണാനുണ്ട് കേട്ടോ. കുറച്ച് നേരം വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലേസാണ്. നമുക്ക് വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ആക്ച്വലി ഇവിടെ ഫിലിം ഷൂട്ടും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്ര അടുത്ത് നമ്മൾ ആദ്യമായിട്ടായിരിക്കുമല്ലേ ആക്ടർ ആക്ട്രസിന് ഇത്രയും അടുത്ത് കാണുന്നത്. ഞങ്ങൾ അതും ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് കാണുന്നത് ആദ്യമായിട്ടാട്ടോ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഹെഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അതും ലാംഗ്വേജ് ഒട്ടും അറിയാത്തത് കൊണ്ടും ഞങ്ങൾ തൽക്കാലം ഇവിടെ നിൽക്കണം. ഓക്കെ, ഇത് നല്ലൊരു സ്ഥലമാണ്. പിന്നെ കുറേ പേരുണ്ട്. എനിക്ക് തോന്നുന്നത് ക്രിസ്മസിൻ്റെ ഒരു വൈബൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ബാക്കിയും കൂടെ നടന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ റോക്ക് ബീച്ചിൻ്റെ ശരിക്കും ഒരു അവസ്ഥ. ശരിക്കും നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ കണ്ടില്ലേ, കുറേ പേര് ഇറങ്ങി അങ്ങോട്ട് നീങ്ങിയൊക്കെ നിൽക്കുന്നത്. ശരിക്കും നല്ലൊരു വൈബുള്ള ബീച്ചാണ്. ഈവനിങ് എന്താ അവസ്ഥ എന്നറിയില്ല. ഈവനിങ് ഒന്ന് നോക്കണം നമുക്ക്. ഞങ്ങൾ ഈവനിങ് ഒന്ന് വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഹോട്ടലും.
അപ്പോൾ ഹോട്ടലിലോട്ട് ഇനി പോകണം. പിന്നെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് വണ്ടിയുടെ ഒരു വലിയൊരു കഥ പറയാനുണ്ട്. അത് വണ്ടിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങളിവിടെ പറഞ്ഞില്ല ഒരു ഫിലിം ഷൂട്ടിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ആക്ട്രസ്സായിട്ട് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തു. ആക്ച്വലി ക്രൂ ആക്ട്രസിനെ ഞങ്ങൾക്ക് കാണാനൊരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ഇപ്പം തന്നെ എടുത്ത് കാണിക്കുന്നതായിരിക്കും. അതെ അതെ, ആരാണ് ആക്ട്രസ് എന്നല്ലേ, സ്റ്റേ ട്യൂൺഡ്, ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾ അവരുടെ ഇപ്പോൾ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സീൻ. ആ സീൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിചയപ്പെടി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആരാണ് ആക്ട്രസ് എന്നുള്ളത് അന്നേരം നമുക്കറിയാം. ഓക്കെ, ഹലോ. ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് പാർവതി മാം ആണ്. ആക്ച്വലി നമ്മളിവിടെ വന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് മാമിനെ കണ്ടത്. മാമിൻ്റെ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിനായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മാമിനോട് നമുക്ക് സംസാരിക്കാം. ഹായ്, നമസ്കാരം. ദിസ് ഇസ് പാർവതി നായർ. ഇറ്റ്സ് എ ബിഗ് സർപ്രൈസ്. ഇവിടെ മലയാളീസിനെ ആരും മീറ്റ് ചെയ്തില്ല. അപ്പം സഡനായിട്ട് ഇവരെ മീറ്റ് ചെയ്തപ്പം ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഇപ്പോൾ ആലംപന എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിൻ്റെ ഷൂട്ടാണ് പോകുന്നത്. ഇറ്റ്സ് എ സോങ് ഷൂട്ട് വിച്ച് ഇസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ. ഒരു 2-3 ഡേയ്സും കൂടെ കാണും ഇവിടെ പോണ്ടിച്ചേരിയിൽ. സോ കൊറോണ ഒക്കെ കാരണം ഒരു വലിയ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇറ്റ്സ് റിയലി നൈസ് മീറ്റിംഗ് ബോത്ത് ഓഫ് യു ആൻഡ് ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ ഇവിടെ റോക്ക് ബീച്ചിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ജിഞ്ചർ പോണ്ടിച്ചേരി, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുന്ന കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ കുറേ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെയാണ് കണ്ടത്. അപ്പോൾ മാമിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റി. പാർവതി നായരായിരുന്നു ആ സർപ്രൈസ്. ആ വീഡിയോ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാം ഫോളോവറൊക്കെയാണ്. അപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു. അപ്പോൾ മാം ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. റിയലി ഒരു നല്ലൊരാളാണ്. ഒട്ടും ഒരു ജാടയില്ലാതെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാം. അത് നമ്മൾ ചാനൽ അത്ര എന്താ പറയുക, ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചാനൽ ജസ്റ്റ് ഞങ്ങൾ തുടങ്ങിയൊരു ചാനലിനൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഒന്ന് സംസാരിക്കാൻ വരാൻ കാണിച്ച ആ ഒരു മൈൻഡ് ഞങ്ങൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതൊട്ടും ജാടില്ല, അത് അത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങുവാണ്. വെയിലൊക്കെ ആയി തുടങ്ങി. ഫുഡ് കഴിച്ചിട്ടില്ല, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാണ്. അതിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത് കാണാം. അവരോട് ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ സെറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം. ബൈ.